sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Pane nostrum quotidianum da nobis hodie, et dimitte nobis debita nostra. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കുര്യൻ ആലിങ്കൽ എന്നാണ്. ഞാൻ കർമ്മലീത്ത സഭയിലെ ഒരു സന്യാസ വൈദികനാണ്. കർമ്മലീത്ത സഭ എന്നത് ബൈബിളിൽ തന്നെ തുടങ്ങുന്ന ചരിത്രമുള്ള ഒരു സഭയാണ്. പക്ഷേ നിഷ്പാദുക കർമ്മലീത്ത സഭ എന്ന പേരിൽ 16-ാം നൂറ്റാണ്ടിൽ നവീകരിക്കപ്പെട്ട അതിൻ്റെ നിഷ്പാദുക കർമ്മലീത്ത സഭയിലാണ് ഞാൻ സന്യാസിയായത് 32 വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ് 22 വർഷങ്ങൾക്ക് മുമ്പ് ആ സഭയിൽ തന്നെ പുരോഹിതനുമായി. ഇങ്ങനെ ഒരു സന്യാസ വൈദികൻ എന്ന നിലയിലാണ് എൻ്റെ ജീവിതം. ഞാൻ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള കാർമൽ ഹിൽ മോണസ്ട്രിയുടെ റെക്ടറേറ്റിനായും, കാർമൽ ഹിൽ മോണസ്ട്രി ഒരു സെമിനാരി കൂടിയാണ്, ഫിലോസഫി കോളേജ്. ആ ഫിലോസഫി കോളേജിൻ്റെ റെക്ടറാണ്. അതേപോലെ തന്നെ ഈ ആശ്രമത്തിൻ്റെ അധിപനായും, ആശ്രമത്തിലെ സുപ്പീരിയർ എന്ന് പറയും, പ്രയോർ എന്ന് പറയും, അങ്ങനെയൊക്കെയുള്ള ആ പേരിൽ ഇവിടെ 10 അച്ഛന്മാരും 24 ബ്രദേഴ്സുമുണ്ട്. അവരോടൊപ്പം ഇവിടെ ജീവിക്കുന്നു. എനിക്കിപ്പോൾ 50 വയസ്സായി. എൻ്റെ 50 വയസ്സിലെ ജീവിതത്തിലേക്ക് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഞാനത് തുടങ്ങേണ്ടത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ആദ്യത്തെ എൻ്റെ 15 വർഷം എൻ്റെ വീട്ടിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. എൻ്റെ വീട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മലബാറിൽ ആണ്. കണ്ണൂർ ജില്ലയുടെ ഇരിട്ടി ഭാഗത്താണ്. ഒരു വില്ലേജാണ് ശരിക്കും. അവിടെ കറണ്ടൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാനുണ്ടായിരുന്ന കാലത്ത്. ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത് 1989-ലാണ്. 89-ൽ ഞാൻ 10ാം ക്ലാസ് പാസ്സായി ഉടനെ തന്നെ അവിടെ നിന്ന് സഭയിലേക്ക് പോരുകയാണ് ചെയ്തത്. എൻ്റെ 15 വയസ്സ് വരെയുള്ള ജീവിതത്തെപ്പറ്റി ഞാൻ ഓർത്തെടുക്കുകയാണ് എങ്കിൽ അധികം അത്ര കാര്യമായിട്ടുള്ളതൊന്നും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് സെൻട്രൽ കേരളയിൽ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവരാണ്. അപ്പോൾ കുടിയേറ്റമായിരുന്നെങ്കിലും ഞാനൊക്കെ അവിടെ ഉണ്ടായ സമയമായപ്പോഴത്തേനും ഞങ്ങളുടെ നാട്ടിൽ സ്കൂളായി, പള്ളിയായി, വീട് ഒത്തിരി ആളുകളായി. അപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ 40 പേരുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ തന്നെ. അപ്പം ഒത്തിരി കൂട്ടുകാരൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെ എൻ്റെ വീട് ഒരു തോടിൻ്റെ അടുത്താണ്. അപ്പം കുളിക്കാനുള്ള സൗകര്യങ്ങൾ, പുഴയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളുടെ നാട്ടിൽ സൈക്കിളിൽ കടയൊക്കെ വന്നു. അപ്പം സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുക്കാനൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു ശരിക്കും വളരെ സന്തോഷമുള്ള കൂട്ടുകാരുമൊക്കെ അങ്ങനെ ജീവിക്കുന്ന കുറേ കാര്യങ്ങൾ ഉള്ള ഒരു പഴയ നല്ല ഓർമ്മകളുള്ള ഒരു കാലമാണ്. അങ്ങനെ ഒരു നോർമലായിട്ടുള്ള ജീവിതം അങ്ങ് ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ അതിനിടയിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഒത്തിരി പറമ്പൊക്കെ ഉണ്ടായിരുന്നു. ജനുവരി മാസം ആകുമ്പോഴേക്കും അവിടെ കൂടുതലുള്ളത് കശുമാവാണ്. അപ്പം കശുമാവിൻ്റെ സീസണായി കഴിയുമ്പോഴത്തേന് ആ പറമ്പിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജോലി എന്ന് പറയുന്നത് ഈ കശുവണ്ടി പെറുക്കലാണ് കൂടുതലും. അപ്പം അതൊരു നല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിക്കാൻ പോകേണ്ട സമയത്ത് ഇത് ചെയ്യുക എന്ന് പറയുന്നതൊരു ഇച്ചിരി വിഷമമൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ആ സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നത് കശുവണ്ടിയൊക്കെ പെറുക്കി അതൊക്കെ ഇരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതുകൊണ്ട് വിൽക്കാനുള്ളൊരു പോക്കുണ്ട്. ആ വിൽക്കാൻ ചാച്ചിൻ്റെ കൂട്ടത്തിൽ അത് തലയിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ
ചായ കുടിക്കാൻ ഉള്ള കാശ് തരും, സൈക്കിൾ എടുക്കാനുള്ള കാശ് തരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. പിന്നെ ഈ ചാച്ചൻ്റെ കൂട്ടത്തിൽ പോകുമ്പോഴെപ്പോഴും ചായ മേടിച്ച് തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് ആ കാലഘട്ടത്തിലെ നല്ല നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നല്ല നല്ല ഓർമ്മകളുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ 9ാം ക്ലാസ് ആയപ്പോഴത്തേന് ഞങ്ങളുടെ അവിടെ വൊക്കേഷൻ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് ഈ കർമ്മലീത്ത സഭയിലെ ഒരു ബ്രദർ വരുന്നത്. ആ ബ്രദറിൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ സന്യാസ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ദിവസം സ്കൂളിൽ വന്ന് അങ്ങനെ 9ാം ക്ലാസ്സിലെ പിള്ളേരെ കാണണം എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഞങ്ങളെ പള്ളിമുറിയിലേക്ക് കൊണ്ടുപോയി. പള്ളിമുറിയിൽ വെച്ച് ഇങ്ങനെ സഭയെപ്പറ്റി പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവർ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്, തമാശയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ അച്ഛനാകണമെന്നും പറഞ്ഞിരിക്കുന്നയാളാണ്, ഇവനെ പൊക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പം അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അപ്പം അന്ന് വൈകുന്നേരം തന്നെ പുള്ളിക്ക് എന്നെ അറിയാവുന്ന ആളായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാണ് ആ ബ്രദർ. പുള്ളി അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്നു എന്നോടിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ അടുത്ത് തന്നെ ഞങ്ങളവിടെ നിന്നൊരു 40 കിലോമീറ്റർ ദൂരെ ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട്, OCD ആശ്രമം. അപ്പം അവിടേക്ക് എന്നോട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ ആ ആശ്രമത്തിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ആശ്രമത്തിൽ പോകുമ്പോൾ അതൊരു ഭയങ്കര അനുഭവമുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരാണെങ്കിലും അവിടുത്തെ ജോലികളാണെങ്കിലും അവർക്ക് എന്നോടുള്ള സ്നേഹം അതൊക്കെ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും എന്നാൽ പിന്നെ ഇവരുടെ കൂടെ പോയേക്കാം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ചിന്ത അതിങ്ങനെ ഒരു തമാശയൊക്കെയായി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 10ാം ക്ലാസ് വരുന്നതും 10ാം ക്ലാസ്സിലെ പഠനകാര്യങ്ങൾ നടക്കുന്നതും 10ാം ക്ലാസ് ജയിക്കുന്നതും അത് കഴിഞ്ഞ് ഈ സന്യാസ സഭയിലേക്ക് അങ്ങ് ചേരുന്നതും. എൻ്റെ 10ാം ക്ലാസ് വിജയവും അത് കഴിഞ്ഞ് സഭയിലേക്കുള്ള പ്രവേശനവും ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 15 വയസ്സിന് മുമ്പുള്ള എൻ്റെ ജീവിതവും അത് കഴിഞ്ഞ് ഞാൻ ഒരു സന്യാസ സഭയുടെ, അതായത് കർമ്മലീത്ത സഭയുടെ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അത്ര വിശുദ്ധമായിട്ട് ജീവിച്ച ആളൊന്നുമല്ല. തമാശകളുണ്ടായിരുന്നു, കൂട്ടുകാർ കൂടി തമാശകളൊക്കെ ഒപ്പിക്കുമായിരുന്നു. വലിയ കുറവില്ലാത്ത രീതിയിൽ നുണ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം നുണയൊക്കെ പറഞ്ഞ് കാശൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് കാശൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയും ഇടയ്ക്കൊരു പ്രാവശ്യം വീട്ടിൽ നിന്ന് കാശ് ചാച്ചൻ വെച്ചിരുന്ന കാശിൽ നിന്ന് എടുത്തുകൊണ്ട് പോയൊരു ഓർമ്മ പോലും എനിക്കുണ്ട്. അത് ചാച്ചൻ എന്നെ പിടിച്ച് എനിക്കിട്ട് അടി തന്നതിൻ്റെ ഓർമ്മയും എനിക്കുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതുപോലും എനിക്ക് ഒരു ഓർമ്മയായിട്ടുണ്ട്. എന്തിനാണെന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെ അങ്ങ് സംഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തന്നെ ചിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെമിനാരിയിൽ വന്ന് 37 പേരുടെ ഒരു ബാച്ചിലേക്കാണ് ഞാനും വന്നു ചേരുന്നത്. ഇങ്ങനെ 37 പേര് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഒരാളായിട്ട് അതിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ വലിയ കഴിവൊന്നുമില്ല എന്നുള്ള രീതിയിൽ പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം എന്നിൽ, വില്ലേജിൽ നിന്ന് വന്നതുകൊണ്ടാവാം, ഇംഗ്ലീഷ് അധികം അറിയാത്തതുകൊണ്ടാവാം, സംസാരത്തിൽ പുറകിലായതുകൊണ്ടാവാം, അസർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാവാം, ഇങ്ങനെയൊക്കെയുള്ളത് കുറേ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കം തൂങ്ങി സ്വഭാവത്തിലേക്ക് നീങ്ങുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ പറയുന്നതൊന്നും പഠിപ്പിക്കുന്നതൊന്നും അത്ര മനസ്സിലാകുന്നില്ല എന്നുള്ള ഒന്നുണ്ടായിരുന്നു. ഞാൻ
സെമിനാരിയിൽ പോലും ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിൻ്റെ ഒരു ഓർമ്മ. അപ്പം കോപ്പി അടിച്ച് എന്നെ ഒരച്ഛൻ പിടിക്കുകയും എന്നതായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തത്. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ പിന്നെ ഇവിടെ സഭയിൽ നിൽക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ പറഞ്ഞു വിടും എന്ന് പറയുന്നതും, എന്നാൽ പിന്നെ ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞതും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം നീ അങ്ങനെ പോകണ്ട, നിന്നെ പോകാൻ വേണ്ടിയിട്ടല്ല നിന്നോട് പറഞ്ഞത്, നീ നന്നാകാൻ വേണ്ടിയിട്ടാണ്, നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിന്നെ കർത്താവ് വിളിച്ചതല്ലേ, നിനക്ക് തോന്നിയത് പോണക്ക് നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ കർത്താവ് ഇഷ്ടപ്പെടുന്നത് പോണക്ക് നിന്നെ തന്നെ രൂപപ്പെടുത്തി എടുക്കണം, അതാണ് കർത്താവിന് നിന്നെ പറ്റിയുള്ള പദ്ധതി എന്ന് ആ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീടാണ് എനിക്ക് ആ കാലഘട്ടത്തെ പറ്റിയും അത് കഴിഞ്ഞിങ്ങനെ മുമ്പിലേക്ക് വന്ന് എൻ്റെ രൂപീകരണവും പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ ദൈവിക ഇടപെടലിലൂടെ ഞാൻ രൂപാന്തരപ്പെട്ട് വരുന്നതും, ഇങ്ങനെ ഒന്നിനും കൊള്ളാതിരുന്ന് ഞാൻ പഠനത്തിലൊക്കെ ഫസ്റ്റ് റാങ്കുകാരനായി മാറുന്നതും, ആ പഠനം വളർന്ന് BA-ക്ക് റാങ്കും MA-ക്ക് റാങ്കും, അത് കഴിഞ്ഞ് ഡോക്ടറേറ്റും, അത് കഴിഞ്ഞ് വിദേശ പഠനവും ഒക്കെയായി അങ്ങനെ വളർന്ന് ഫിലോസഫി കോളേജിൻ്റെ റെക്ടറാകുക എന്ന് പറയുന്ന രീതിയിലേക്കും യൂറോപ്പിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുക എന്നുള്ളതും, ഭാരതത്തിലെ ആണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് കിട്ടിയ ആളുമൊക്കെയായി ഞാൻ മാറി എന്ന് പറയുന്നതും ഒരു തരം ദൈവികമായിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയായിരുന്നു, ഇങ്ങനെ എന്നെപ്പോലെ തന്നെ ഒരു വലിയ കോളേജിൻ്റെ റെക്ടറായിട്ടിരിക്കുകയാണ് അദ്ദേഹവും. നമ്മളൊക്കെ ഈ സന്യാസ സഭയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സംഭാഷണം തുടങ്ങിയത്. വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ വില്ലേജിൽ തോളത്തൊരു തൂമ്പായും വേറൊരു തോളിലൊരു കൊച്ചുമൊക്കെ ആയിട്ട് ഇങ്ങനെ ലൂക്ക് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നടന്നേനെ ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എടാ ശരിക്കും സന്യാസ സഭ എനിക്ക് എന്ത് നൽകി എന്നുള്ളത്. ഞങ്ങളുടെ സഭയിൽ ഒരു അർത്ഥി ഒരാൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ശരിക്കും 12 വർഷത്തെ രൂപീകരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം ഇംഗ്ലീഷും അതുകൊണ്ടൊക്കെയുള്ള സഭയെ പറ്റിയുള്ള ജസ്റ്റ് ഇനീസിയേഷനും ഒക്കെ തരും. അത് കഴിഞ്ഞ് 2 വർഷം +2 പഠിപ്പിക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നോവിഷ്യേറ്റ് എന്ന് പറയുന്ന ഒരു കാലം ആരംഭിക്കുകയാണ്. ഈ സന്യാസ ജീവിതം ജീവിക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നൽകുന്ന ഒരു കാലമാണത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിലൂടെ കടന്ന് സന്യാസിയായി പ്രൊഫഷൻ നടത്തിയിട്ട് ഞാനിപ്പോൾ 32 വർഷമാകുന്നു. ഈശോ 33 വർഷമാണ് ആകെ ജീവിച്ചത്. അതിൽ എൻ്റെ ഈ കാലഘട്ടം എടുത്തു നോക്കിയാൽ ഇപ്പോൾ 32 വർഷമായി. ഈ 32 അത് കഴിഞ്ഞ് അവിടെ സന്യാസിയായി പിന്നെ ആ സന്യാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാഠങ്ങളാണ് പിന്നെയുള്ളത്. അതിന് ഫിലോസഫി കാലമുണ്ട്, അത് കഴിഞ്ഞ് തിയോളജി കാലമുണ്ട്. തിയോളജി കൂടി കഴിഞ്ഞിട്ടാണ് ഈ പുരോഹിതനാകുന്നത്. അതായത് പിന്നെയും 10 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് പുരോഹിതനാകുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സന്യാസത്തിന് ഒരു പൂർണ്ണത പോലെ ഈ ഒരു സന്യാസിയായി ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപയാൽ നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടി നിനക്ക് നൽകപ്പെടുന്ന ഒരു അനുഗ്രഹം എന്ന രീതിയിലാണത്. അപ്പം ആ അനുഗ്രഹം എനിക്ക് ലഭിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സഭ എന്നെ രൂപീകരിച്ച് ഇങ്ങനെ പുരോഹിതനാക്കി. അത് കഴിഞ്ഞ്
എൻ്റെ ജീവിതം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായി മാറുകയാണ് ചെയ്യുന്നത്. ആദ്യ വർഷം തന്നെ ആസ്പൈറൻസി എന്ന് പറയുന്നത്, അതായത് ആദ്യം വീട്ടിൽ നിന്ന് സഭയിലേക്ക് വന്നു ചേരുന്ന ആളുകളെ രൂപീകരിച്ച് അവർക്ക് സഭയെപ്പറ്റിയും അവർക്ക് ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഈ സന്യാസത്തിന് യോജിക്കുന്ന ഒരു ജീവിത പന്ഥാവിലേക്ക് പതുക്കെ തിരിച്ചു വിടുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വവും അവരുടെ കൂടെ നടക്കുക എന്ന് പറയുന്ന ജോലിയുമാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ ജോലിയാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് ഒരു വർഷം വളരെ നന്നായി ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു അവസരമുണ്ടാകുന്നുണ്ട്. ആ പഠിക്കാൻ പോയി. ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാൻ പോകുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് UP-യിലാണ്. അപ്പം ഗംഗാനദി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗംഗാനദിയുടെ തീരത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. അവിടെ ഞാൻ 2 വർഷം MA പഠിച്ചു. MA കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ ഞാനുള്ള കാർമൽ ഹിൽ മോണസ്ട്രിയിൽ എത്തി. ഈ മോണസ്ട്രിയിൽ ഫിലോസഫി കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അത് 2007-ലാണ്. 2007 മുതൽ 2022 വരെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും എനിക്ക് ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇതേ യൂണിവേഴ്സിറ്റി തന്നെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ തന്നെ വീണ്ടും പോകുന്നതിനുള്ള അവസരമുണ്ടായി. 3 വർഷം അവിടെ ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ, ബുദ്ധിസത്തിൽ പ്രത്യേകിച്ച് മറ്റ് റിലീജിയനുകളിലൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ ഉള്ള റിസർച്ച് നടത്തുന്നതിനും പഠിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ടായി. അങ്ങനെ 3 വർഷം. അതും കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ എത്തി. ഇവിടെ 3 വർഷം വീണ്ടും കഴിഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങളുടെ സഭയുടെ ചൈതന്യത്തിൽ, ആധ്യാത്മികതയിൽ അല്പം കൂടി ആഴപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്പെയിനിലുള്ള ഞങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി സെൻറ്ററിലേക്ക് പോകുന്നതിനുള്ള ഒരു അവസരമുണ്ടാവുകയും അവിടെ മിസ്റ്റിസിസം ആൻഡ് ഹ്യൂമൻ സയൻസസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ വീണ്ടും ഒരു പോസ്റ്റ് ഡോക്ടറേറ്റ്, ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് അവസരം ലഭിക്കുകയും ചെയ്തു. സന്യാസിയായത് ഒരു പാറ്റേണിൻ്റെ അകത്താണ്, പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിൻ്റെ. ആ പ്രാർത്ഥനാ ജീവിതം അത് അങ്ങനെ അങ്ങ് മുമ്പോട്ടേക്ക് പോയി എന്ന് പറയുന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യത്തെ വർഷം ഫോർമേഷൻ രൂപീകരണം കൊടുത്തു എന്നുള്ളതും, അത് കഴിഞ്ഞ് പഠിക്കാൻ പോയി എന്നുള്ളതും, പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫിലോസഫി കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതും, അങ്ങനെ ഈ പഠിപ്പീര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു സന്യാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇടവകകളിൽ സഹായിക്കുക എന്നുള്ളത്, കുമ്പസാരങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത്, പുരോഹിതൻ എന്ന നിലയിൽ കുർബാന ചെല്ലുന്നതിനായി പോകുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കർത്തവ്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരുന്നു. അതിനിടയിലൂടെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നെ ഒരു റിസോഴ്സ് പേഴ്സണായി കർമ്മലീത്ത സഭയുടെ പരിസരത്ത് നിന്നും, അതുപോലെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോകുക എന്നുള്ളതായിരുന്നു. കുറേ സെമിനാരികളിലൊക്കെ ഞാൻ ഫിലോസഫി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫിലോസഫി പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം ഫിലോസഫേഴ്സായിട്ടുള്ള അച്ഛന്മാരുടെ ഒരു ഒരുമിച്ച് കൂടലുണ്ട്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടി ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ACPI എന്ന് പറയും, അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഒരു വശത്ത്. രണ്ടാമത് ഞാൻ ചെയ്ത ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അൽമായ കർമ്മലീത്ത സഭ എന്ന് പറയും. അതായത് ഈ കർമ്മലീത്ത സഭയുടെ ചൈതന്യം കുടുംബജീവിതം ജീവിക്കുന്നവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണത്. ആ അസോസിയേഷനിൽ 25 യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളുടെയൊക്കെ
നേതൃത്വം നൽകുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതിൽ 14 ഈ തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. ഞങ്ങളുടെ ഈ കാർമൽ ഹിൽ മോണസ്ട്രിയോടനുബന്ധിച്ചാണ് അതിൻ്റെ മദർ ഹൗസും ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു ഉത്തരവാദിത്വവും ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 3 വർഷമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ സഭയിലെ മിഷനറിയായി ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന അദയോദാത്തൂസ് എന്ന് പറയുന്ന ഒരു ബെൽജിയൻ മിഷനറി. അദ്ദേഹം ഇവിടെ 44 വർഷം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം 44 വർഷം ജീവിച്ചതിൽ 22 വർഷം ഈ സെമിനാരിയിലും 22 വർഷം ഒരു ഇടവകയിലുമായിരുന്നു. ആ ഇടവകയിലും ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ഇടവകയ്ക്ക് മുഴുവനും ഭയങ്കരമായ ദൈവദൂതനായ ഒരു മനുഷ്യൻ ജീവിച്ചത് പോണക്കുള്ളൊരു ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ശരിക്കും ഒരു വിശുദ്ധനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കാം എന്ന് സഭ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൈസ് പോസ്റ്റ്ലേറ്റർ എന്നൊരു പൊസിഷനിൽ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദൈവം ഇടപെടുന്ന ഒരു ഉത്തരവാദിത്തമായിട്ട് ആ ഉത്തരവാദിത്തത്തെ കാണുകയാണ്. അതിൻ്റെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കുറേയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ ഒരു പടിയിൽ മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ സഭയുടെ രീതിയിൽ സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ കൂടി ഉൾപ്പെടണം എന്ന് പറഞ്ഞ് സഭയെ ഈ ആശ്രമ ദേവാലയം, ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട സെമിനാരി, അതൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള അച്ഛന്മാരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബ്രദേഴ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു കരുതൽ എന്ന നിലയിൽ ഇതിൻ്റെ റെക്ടർ എന്നുള്ള ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത്. അപ്പം ആ ഉത്തരവാദിത്വമാണ് ഏറ്റവും അവസാനമായി എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ പ്രയർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സുപ്പീരിയർ എന്നുള്ള നിലയിലും റെക്ടർ എന്നുള്ള നിലയിലും ഉള്ള ഉത്തരവാദിത്വമാണ്. അത് എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഒക്കെ അവരുടെ ദൈവവിളിക്ക് യോജിച്ച രീതിയിൽ അവർ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിന്, അവരോടൊപ്പം അക്കമ്പനി ചെയ്യുന്നതിന്, അവരുടെ മുമ്പിൽ നടന്ന് മാതൃകയായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു വിളി. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും അവസാനമായി എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ടാവാം ഈ ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഞാനതിനെ വിശ്ലേഷണം ചെയ്യാനുള്ള ഒരു സ്വഭാവം എന്നിലുണ്ട്. എന്ത് കേട്ടാലും അത് എന്താണ്, അത് എവിടുന്നാണ്, അത് എങ്ങനെയാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഇതിൻ്റെ പുറകിലുള്ള പ്രീസപ്പോസിഷൻസ് എന്താണ് എന്നൊക്കെ അറിയാതെ എന്നിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പിന്നീട് അതിനെ അനലൈസ് ചെയ്യുക. എൻ്റെ ദൈവവിളി എന്ന വിഷയം എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഈ ദൈവം എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ എടുക്കുമ്പോൾ ഞാനതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് ഉണ്ട്. ആ
ആ ചട്ടക്കൂടിന് അകത്തുകൂടിയാണ് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ട് പോകുന്നതിന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കുറേ നന്മയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശരിയായി വന്നാൽ മാത്രമേ എനിക്ക് എന്നെപ്പറ്റി തന്നെയുള്ള അറിവ്, എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള അറിവ്, എനിക്ക് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം എന്താണ്, എന്നിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഈ ദൈവത്തിന് എന്നെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്നതിന് എനിക്ക് എങ്ങനെ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവവിളി എന്ന ഒരു കാര്യം വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള എൻ്റെ ധ്യാനത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എൻ്റെ ദൈവവിളി എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്, ഞാൻ അനുഗ്രഹമായി തീരേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തിലാണ് എൻ്റെ തൃപ്തി എന്നുള്ളത്. എനിക്ക് തൃപ്തി തരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ. എൻ്റെ സഹോദരങ്ങളോട് ഒത്തുള്ള ജീവിതത്തിൽ കൂടുതലും ഞാൻ ഒരു ഫിലോസഫി കോളേജിലായതുകൊണ്ട് അവരോടൊത്ത് ജീവിക്കുമ്പോൾ സംതൃപ്തി തരുന്ന ഒത്തിരി കാര്യങ്ങൾ, അതൊക്കെ വളരെ നന്നായി നടക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവം എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുമ്പോൾ മാത്രമല്ല, ഈ ചെയ്തത് ഒത്തിരി അനുഗ്രഹമായി എന്ന് കാണുമ്പോൾ അതെങ്ങനെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒന്നാണ്. അതൊരു അനുഭവമാണ്, ജസ്റ്റ് ഒരു ഫീലിംഗ് മാത്രമല്ല. ഒരു ഫീലിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത്, എങ്കിലും അതിനേക്കാൾ കൂടുതൽ ഒരു അനുഭവമാണ്. ഈ അനുഭവം പതുക്കെ പ്രവൃത്തികളിലേക്ക് വരികയാണ്. പ്രവൃത്തികളിൽ നിന്നാണ് ഈ അനുഭവത്തെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പം എൻ്റെ ദൈവവിളിയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ദൈവവിളി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അനുഗ്രഹമാകുന്ന തരത്തിൽ അനേകർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അവരെയും ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കുക എന്നുള്ളതും അവരും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന തരത്തിൽ ജീവിക്കുന്നതിനുള്ള ഇടയിൽ നിൽക്കുന്ന ആളാകുക എന്ന് പറയുന്ന രീതിയിൽ. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് അവരെ കണക്റ്റ് ചെയ്യാനുള്ള ആൾ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രവാചകൻ. ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആളുകളിലേക്ക് കൊടുക്കുന്നയാൾ എന്നാണ്. അപ്പം ഈ ദൈവവുമായി ട്യൂൺഡായിരിക്കുന്ന ആൾക്കാണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ രണ്ട് തരത്തിൽ ട്യൂൺ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ഒരു സന്യാസ വൈദികൻ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കുമ്പോൾ ഇത് രണ്ടും എന്നിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് എൻ്റെ ദൈവവിളിക്ക് യോഗ്യമായ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്.